അസ്സലാമു അലൈക്കും. നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഓരോ സമുദായത്തിൽ നിന്നും അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളിയവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകയെന്ന്. എന്നിട്ട് ക്രമപ്പെടുത്തി അവരെ നിർത്തപ്പെടുന്നു പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്റെ ദൃഷ്ടാന്തം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ ഒരു കൂട്ടരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമ്മളിലേക്കും ദൃഷ്ടാന്തം വരുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 73 മുതലാണ് തുടങ്ങുന്നത്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരോട് ഔദാര്യമുള്ളവൻ തന്നെയാകുന്നു. പക്ഷെ അവരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രക്ഷിതാവ് നമ്മോട് ഔദാര്യം കാണിക്കുന്നവനാണ്. എന്നാൽ നമ്മൾ അധിക പേരും നന്ദി കാണിക്കുന്നില്ല എന്ന്. കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥ സത്യമാണ്. അവരുടെ ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവർ പരസ്യമാക്കുന്നതും എല്ലാം നിന്റെ രക്ഷിതാവ് അറിയുന്നു. നമ്മളെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യം, അത് രഹസ്യമായാലും പരസ്യമായാലും ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അത് വിശുദ്ധ ഖുർആനിലായിട്ട് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്രായേൽ സന്തതികൾ അഭിപ്രായ ഭിന്നത പുലർത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ മിക്കതും ഈ ഖുർആൻ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ സന്തതികളിൽ വന്ന ഭിന്നത, എന്തുകൊണ്ടാണ് അവർ ഭിന്നിച്ചു പോയത്? അപ്പൊ യഥാർത്ഥ സത്യങ്ങൾ വിശുദ്ധ ഖുർആൻ അവർക്ക് തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം യഥാർത്ഥ സത്യം എന്ന് പറയുന്നതിന് അള്ളാഹുമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ, തെളിവുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയതും ഭിന്നിച്ചു പോയ കാര്യം. എന്നാൽ അത് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ അവർക്ക് വിവരിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇത് സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യമാവുന്നു. അപ്പൊ സത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് മാർഗദർശനമാണ്, എന്നാൽ കാരുണ്യവുമാണ്. തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്റെ വിധിയിലൂടെ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. അവൻ എത്ര പ്രതാപിയും സർവജ്ഞനും. അപ്പൊ തീർച്ചയായും രക്ഷിതാവ് തന്റെ വിധിയിലൂടെ തന്നെ തീർപ്പ് കൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ 79 പറയുന്നത്, അതിനാൽ നീ അള്ളാഹുവെ ഭാരം ഏൽപ്പിച്ചു കൊള്ളുക, തീർച്ചയായും നീ സ്പഷ്ടമായ സത്യത്തിൽ തന്നെയാകുന്നു. അപ്പോൾ നീ അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ചു കൊള്ളുക, ഇത് സത്യമായ കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പല സത്യങ്ങളും സൃഷ്ടവുമായി ബന്ധപ്പെട്ട തെളിവുകളാണ്. അപ്പൊ അത് നമ്മൾ നിഷേധിക്കാനുള്ളൊരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. 83 പറയുന്നത്, ഓരോ സമുദായത്തിൽ നിന്നും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുന്ന ഓരോ സംഘത്തെ നാം ഒരുമിച്ച് കൂട്ടുകയും അങ്ങനെ അവർ ക്രമത്തിൽ നിർത്തപ്പെടുകയും ചെയ്യുന്ന ദിവസത്തെ ഓർക്കുക. ഓരോ സമുദായത്തിൽ നിന്നും ഓരോ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട കാര്യമാണ് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ. അന്ന് വിശ്വസിക്കാതെ പോയ ആളുകളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും, ക്രമപ്പെടുത്തി നിർത്തും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്,